സീരീസിൽ അഞ്ചാമത്തെ ഐറ്റം ക്യാബേജ് ഉപ്പേരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പകുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വളരെ ചെറുതാക്കി നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതൊന്ന് കളർഫുൾ ആവാൻ ഞാനൊരു ക്യാരറ്റ് കൂടെ അതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിലോട്ട് ഞാനൊരു കുഞ്ഞു സവോള ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പേരിക്ക് ആവശ്യത്തിനായിട്ട് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഉപ്പേരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം തന്നെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ക്യാബേജിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി തിരുമ്മിയതിന് ശേഷം അതിലോട്ടൊരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടിട്ട് വളരെ നന്നായിട്ട് തിരുമ്മേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാബേജിൻ്റെ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെക്കാതെ തുറന്ന് തന്നെ ചെറു തീയിൽ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പേരി ഇതേ ഇവിടെ സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സദ്യ സ്പെഷ്യൽ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ സീരീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.